Mindful moments with Hammy. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നാറുണ്ടോ? ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൽഫ് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ ഡേ 22-ൽ കോൺഷ്യസ് ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ്ങിൻ്റെ ഡേ 22-ൽ നമ്മൾ സെൽഫ് ഫൊർഗീവ്നെസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, സ്വയം നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം, കമ്പയർ ചെയ്യുന്നുണ്ടാവാം. ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളോട് സ്നേഹത്തിൽ പെരുമാറാൻ ശ്രമിക്കുക. അപ്പം അതിൻ്റെ ആദ്യ പടിയാണ് ഈ സെൽഫ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഞാൻ എന്നോട് തന്നെ പുറത്തു കൊടുക്കുക. അതായത് നീ ഇന്ന കാര്യങ്ങൾ ചെയ്തതിന്, മക്കളോട് ദേഷിച്ചതിന്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കയർത്ത് സംസാരിച്ചതിന്, ഇതിനെല്ലാം ഞാൻ എനിക്ക് തന്നെ പുറത്തു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പുറത്തു കൊടുക്കുന്നത്? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മളവിടെ ഹീലാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ നമ്മളുമായി അടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഐ ഫൊർഗീവ് മൈസെൽഫ് എന്ന് പറഞ്ഞ് തന്നെ അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു ജേർണൽ ബുക്ക് എടുക്കുക. ആ ജേർണൽ ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതുക, സിറ്റുവേഷൻ എഴുതുക. അതായത് ഞാൻ മകളോട് ഇങ്ങനെ ദേഷിച്ചു, അതിന് കാരണം എഴുതുക. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ദേഷിച്ചത്, പക്ഷേ ഐ ഫൊർഗീവ് മൈസെൽഫ് ഫോർ ദിസ്. ഞാൻ എനിക്ക് തന്നെ പുറത്തു കൊടുക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നതിന് ഞാൻ പുറത്തു കൊടുക്കുകയാണ്. വേണമെങ്കിൽ അപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ മക്കളോട് ദേഷിച്ചെങ്കിൽ മക്കളോട് നമുക്ക് ഫൊർഗീവ്നെസ് ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഈ സെൽഫ് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. മറ്റതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ സെൽഫ് ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, താങ്ക് യു.